ഹായ് ഹലോ, ഇറ്റ്സ് മീ കപ്സ്. ഇന്ന് നമുക്കൊരു സേമിയ ഉപ്പുമാവ് ഉണ്ടാക്കിയാലോ? വെറും സേമിയ ഉപ്പുമാവല്ല, റാഗി സേമിയ ഉപ്പുമാവ്. ഞാനിത് ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. ഇത് രുചിക്കൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനിയുടെ റാഗി സേമിയയാണ്. പല രീതിയിലും ഇത് ഉപ്പുമാവ് ഉണ്ടാക്കുന്നവരുണ്ട്. ഇത് എൻ്റെ ഒരു വേർഷനാണ് കേട്ടോ. ഞാനിത് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പിട്ടിട്ട് ഒരു 5 മിനിറ്റോളം കുതിർക്കാൻ വെക്കുവേ. അത് കുതിർന്ന് വരുമ്പോഴത്തേനും ഇതിനകത്ത് നമ്മൾ സാധാ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ ആഡ് ചെയ്യുന്ന വെജിറ്റബിൾസ് ഒക്കെ, ക്യാരറ്റും ബീൻസും ഗ്രീൻ പീസോ എല്ലാം നിങ്ങൾക്ക് ആഡ് ചെയ്യാവേ. എനിക്ക് വെജിറ്റബിൾസ് അങ്ങനെ കൂടുതൽ ഞാൻ ആഡ് ചെയ്യുന്നില്ല, കാരണം ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ വെജിറ്റബിൾസ് ഒന്നും കൂടുതൽ ആഡ് ചെയ്യുന്നില്ല. ആകെ കുറച്ച് സവാളയും അതുപോലെ കറിവേപ്പിലയും ഇച്ചിരി പച്ചമുളകൊക്കെ ആയിട്ട് ചെറിയ ഒരു സാധാ ഉപ്പുമാവ് ഉണ്ടാക്കില്ലേ, അതുപോലെ തന്നെയായിട്ട് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഒരു 5 മിനിറ്റ് കുതിർക്കാൻ വെച്ചിട്ട് 5 മിനിറ്റ് കഴിയുമ്പോഴത്തേന് ഈ സേമിയ നല്ല ഒരു അത്യാവശ്യം സോഫ്റ്റ് ആവുന്ന ഒരു പരുവാകുമ്പോഴത്തേനും അതിലെ വെള്ളം നമുക്ക് ഊറ്റിക്കളയാം കേട്ടോ. അപ്പം അത്യാവശ്യം നമ്മൾ ഉപ്പിട്ടിട്ട് കുതിർക്കാൻ വെക്കുന്നതുകൊണ്ട് തന്നെ സേമിയക്കകത്തോട്ട് വെള്ളം കുതിർന്ന് കഴിയുമ്പോൾ തന്നെ അത്യാവശ്യം ഉപ്പൊക്കെ വെള്ളം വെച്ച് ആവി കയറ്റി നമുക്ക് ആദ്യം സേമിയ വേവിച്ച് മാറ്റാവേ. വെന്ത് കഴിയുമ്പോൾ നല്ല രസമായിട്ടോ കാണാനായിട്ട്, നല്ല കളറാണ്, നല്ല ഭംഗിയുള്ള കളറൊക്കെ ആയിട്ടോ. അത് ആവിയിൽ മാറ്റി വെച്ച ശേഷം നമ്മളിനി ചട്ടി അടുപ്പത്ത് വെച്ച് അതിനകത്തോട്ട് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതുപോലെ കുറച്ച് ഉഴുന്നുണ്ടായിരുന്നു, ഉഴുന്നും ഒക്കെ ഇട്ട് പൊട്ടിച്ച് അതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റി കഴിഞ്ഞിട്ട് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന സേമിയയും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇനി ഉപ്പ് നോക്കുക, നിങ്ങൾ ആദ്യം ഇട്ട ഉപ്പ് കറക്റ്റാണോ എന്ന് നോക്കണം കേട്ടോ. അപ്പം ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ഉപ്പിടുക, ഇല്ലെങ്കിൽ ആദ്യം ഇട്ടതിന് ഉപ്പ് മതിയായിരിക്കും. അത് ഇളക്കുക. സിമ്പിളാണ് കേട്ടോ, പെട്ടെന്ന് തന്നെ നമ്മുടെ പണി തീരും. നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായിട്ടോ 4 മണിക്കത്തെ ചായയുടെ കൂടെയോ ഒക്കെ നമുക്കിത് കഴിക്കാവേ. ഈ ഇപ്പി മാഗി ഒക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇത് ഭയങ്കര സിമ്പിളാണ്. അതുപോലെ തന്നെ ഹെൽത്തിയാണ്. റാഗി ആയതുകൊണ്ട് പിള്ളേർക്കും മുതിർന്നവർക്കും ഒക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഉപ്പുമാവാണ്. പിന്നെ മധുരം ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ ഇത് നമുക്ക് സ്വീറ്റായിട്ടും ഇച്ചിരി മധുരവും നെയ്യൊക്കെ ആഡ് ചെയ്തിട്ടൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റായിരിക്കും. ഇത് ഞാൻ സാധാ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന ആ ഒരു സെയിം പ്രൊസീജിയർ വെച്ചിട്ടാണ് കേട്ടോ ഇപ്പം ഈ സേമിയ ഉപ്പുമാവ് ഉണ്ടാക്കിയേക്കുന്നത്. മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. സൂപ്പർ റെസിപ്പി കേട്ടോ.